ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാൻ കഴിഞ്ഞ തേഴ്സ്ഡേ അപ്ലോഡ് ചെയ്തിരുന്നത് നല്ലൊരു പൊട്ടറ്റോ ബാജിയുടെ റെസിപ്പിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പൂരി ഉണ്ടാക്കിയപ്പോൾ പൂരിയുടെ ആ ഒരു അളവുകളും റെസിപ്പിയും കൂടെ ഒക്കെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് പേര് ആ സമയത്ത് തന്നെ ചോദിക്കുകയും ചെയ്തിരുന്നു പൂരിയുടെ റെസിപ്പി കൂടെ കാണിക്കാമെന്ന്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന പൂരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 കവറ് ആട്ടമാവും 1 കവറ് മൈദാമാവുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലോട്ട് നിങ്ങൾക്ക് നല്ല ക്രിസ്പായിട്ടുള്ള പൂരിയാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല, കാരണം ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് ഇഷ്ടം. ഇപ്പം ഞാൻ ആ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുത്തത് 1 ടീസ്പൂൺ ലെവലായിട്ടുള്ള ഉപ്പാണ്. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പരുവത്തിന് ചേർത്തോണം. പിന്നെ 1 കപ്പ് വെള്ളവും 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് അയവിൽ എനിക്ക് പൂരിക്ക് ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാൻ പറ്റിയത് കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഈ ചാനലോ ഇപ്പം എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഓരോ റെസിപ്പിയും എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടാതിരിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇപ്പം നമ്മുടെ പൂരിക്കുള്ള മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ദേ കയ്യിൽ കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് തടവിയിട്ട് അതിൻ്റെ മേലെ മാത്രം ഒന്ന് എണ്ണ പുരട്ടി നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു 20 മിനിറ്റ് അല്ല ഒരു അരമണിക്കൂർ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ കാര്യം. 20 മിനിറ്റോ അരമണിക്കൂറോ ഒന്ന് വെച്ചിട്ട് നമ്മളിത് കൊച്ചു കൊച്ചു ഉരുളകളായിട്ട് എടുത്ത് പരത്തി ഉണ്ടാക്കുക. അല്ല, ചിലപ്പം എനിക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വേണമെന്ന് തോന്നുമ്പോൾ ഞാനിതൊരു കുറച്ച് വലുതായിട്ട് അങ്ങ് പരത്തും. ആ കിച്ചൺ കൗണ്ടർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വലുതായിട്ട് പരത്തിയിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടി കൊണ്ട്, ഷാർപ്പായിട്ടുള്ള ഒരു മൂടി കൊണ്ട് ഇങ്ങനെ മുറിച്ച് അങ്ങ് എടുക്കുകയുള്ളൂ. പക്ഷെ അപ്പോൾ ഒരു ഗുണമുള്ളത് നല്ല കറക്റ്റ് വട്ടമായിട്ട് കിട്ടും. എല്ലാ പൂരിയും കുറേ കൂടെ എളുപ്പമാണ്. ചിലർക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് പരത്തി എടുക്കുന്നതാണ് ഇഷ്ടം. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ പരത്തി കഴിയുമ്പോഴത്തേക്ക് തീരെ അങ്ങ് ഷേപ്പില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചപ്പാത്തി പരത്താൻ എനിക്ക് വളരെ ഈസിയാണ്. പക്ഷേ പൂരി ഇത്രയും കൊച്ചായിട്ട് പരത്തുമ്പോഴത്തേക്ക് എനിക്കൊരു ഇച്ചിരി ഷേപ്പ് പോകും. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടോ സ്റ്റീൽ പാത്രത്തിൻ്റെ സൈഡ് കൊണ്ടോ മുറിച്ചിട്ട് അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം ഒരേപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്ര എങ്ങനെ കെയർഫുൾ ആവത്തില്ല. ഒരു മൂടുണ്ടെങ്കിലേ ചെയ്യുള്ളൂ. പക്ഷേ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ നല്ല ഷേപ്പിലിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഇത്രയും പൂരിയെ വറുത്തെടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിപ്പം ഞാൻ പരത്തി കഴിഞ്ഞിട്ട് ആ സ്റ്റീൽ പാത്രത്തിൻ്റെ സൈഡ് കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് മുറിച്ചെടുത്തതാണ്. ഇപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിക്കകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്ക് വേണം നമ്മൾ ഓരോ പൂരിയായിട്ട് ഇട്ട് കൊടുക്കാനേ. പിന്നെ പൂരി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാതെ പെതുക്കെ എടുത്തിട്ട് തീരെ അങ്ങ് വലിഞ്ഞു പോകുന്ന രീതിയിൽ അങ്ങ് എടുക്കരുത്. എന്നിട്ട് ആ എണ്ണയുടെ ഉള്ളിലോട്ട് വേണം പെതുക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ ആ എണ്ണയുടെ ഉള്ളിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇച്ചിരി നല്ലോണം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണയുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൊള്ളി കൊടുന്ന് വരികയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴേക്ക് നമ്മൾ എന്താണോ തിരിച്ചിടാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പെതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഹാർഡായിട്ടല്ല, പെതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൊമളിച്ചങ്ങ് വരും. അപ്പോൾ ഒരു സൈഡ് ആയി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് മറിച്ചിടുക. ഞങ്ങൾക്ക് ഈ ഒരു പരുവമാണ് ഇഷ്ടം കേട്ടോ. ചിലർക്ക് നല്ല ക്രിസ്പായിട്ടിരിക്കുന്നതാണ് താല്പര്യം. ഇപ്പം 2-3 പൂരി വറക്കുന്നതല്ലേ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ പൂരികളും കൂടി ഒന്ന് വറുത്തെടുക്കാം. എല്ലാം അങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ട് പതിവ് പോലെ കഴിക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് 2ഉം കൂടെ സെർവ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് കാണിക്കാമേ. പൊട്ടറ്റോ ബാജിയുടെ റെസിപ്പിയും നല്ലതായിരുന്നു. അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റിലോ ഞാൻ പിൻ ചെയ്തേക്കാമേ. നിങ്ങളത് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ല റെസിപ്പിയാണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്